പിച്ചോളയിലേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ക്ലോത്തിങ് സ്റ്റോറിലേക്കാണ് പോയത്. അവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ആ കാണുന്ന ആനൻ്റെ ഷോർട്ട് കുർത്തി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് അധികം എടുക്കാൻ നിന്നില്ല. നെക്സ്റ്റ് ഞങ്ങൾ സിറ്റി പാലസിലേക്കാണ് പോയത്. സിറ്റി പാലസ് എത്തുമ്പോൾ അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ കിട്ടി, നല്ലൊരു നൈറ്റ് വ്യൂ കിട്ടി. പിച്ചോള ലേക്കും അപ്പുറത്ത് കാണുന്ന രണ്ട് പാലസുകളൊക്കെ അടിപൊളിയായിട്ട് നൈറ്റ് വ്യൂവിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊന്നും പോരാണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ പറക്കണ ആ വവ്വാലുകളായിരുന്നു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് സിറ്റി പാലസിൽ തോന്നിയത്. സിറ്റി പാലസിൻ്റെ ചുറ്റും നടക്കാൻ പറ്റും, അതുപോലെ അതിൻ്റെ ഉള്ളിലേക്കും കയറാൻ പറ്റും. ഉള്ളിൽ മ്യൂസിയം ഒക്കെ ഉണ്ട്. അവിടെ ഒരു പേഴ്സണ് 450 രൂപ കൊടുത്താൽ സിറ്റി പാലസിൻ്റെ ഉള്ളിൽ ഫുള്ള് കാണാം. ഞങ്ങൾ നൈറ്റ് ആയതുകൊണ്ടും ഒരുപാട് സമയം വൈകിയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ നിന്നില്ല. കയറി കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട്. പുറത്താണെങ്കിലും കുറച്ചധികം നടക്കാനുണ്ട്. ഒരു ഗേറ്റിൽ നിന്ന് നെക്സ്റ്റ് ഗേറ്റിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. പക്ഷെ നടക്കുന്ന വഴിക്കൊക്കെ ആ പാലസ് കണ്ട് നല്ല ഭംഗിയിൽ ആസ്വദിച്ച് പോകാനായിട്ട് പറ്റും. ഇതിൻ്റെ നെക്സ്റ്റ് ഗേറ്റ് എത്താനാവുന്ന സമയത്ത് അവിടെ 2-3 സ്റ്റോറൊക്കെ കാണാൻ പറ്റും. ആ സ്റ്റോറിനകത്ത് കയറിയില്ല, അവിടെ എന്താണെന്നൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ പോണ വഴിക്കൊക്കെ കണ്ണനും മിന്നും അവർ ആ ഗുജറാത്തിൽ നിന്ന് വാങ്ങിച്ച ക്യാമറ വെച്ച് ഫോട്ടോ എടുത്ത് നടക്കലായിരുന്നു പണി. നെക്സ്റ്റ് ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരു ബസാറാണ്. ആ മാർക്കറ്റിൽ ക്ലോത്ത്, ഫുഡ്, ബാഗുകൾ, ലെതറിൻ്റെ ആണെങ്കിലും ജൂട്ടിൻ്റെ പോലുള്ള കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ബാഗുകളൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും. ബാഗ് മാത്രമല്ല, ഇതുപോലെ ലെതറിൻ്റെ ഡയറീസ് ആണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അവിടെ പേരെഴുതി കൊടുക്കൽ മെയിനായിരുന്നു. ഈ ടെമ്പിളിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നെക്സ്റ്റ് മോർണിംഗ് ഞങ്ങൾ ജയ്പൂരിലേക്ക് പോയി. പോണ വഴിക്കൊരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പം ഞങ്ങളെല്ലാവരും വെയിറ്റ് നോക്കി. 1 കിലോ വെച്ച് എല്ലാവരും കുറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ജയ്പൂരിലേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത്. ജയ്പൂരിൽ പോയിട്ട് കുറച്ചധികം കണ്ടിട്ടുണ്ട്. അതിനി അടുത്ത വീഡിയോയിലിടാം.